പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ അടുത്തേക്ക് ഇഷ്ടംപോലെ പേരുകൾ ഓരോരുത്തർ വരുന്നുണ്ടാവും. അതായത് ബൈബിളുമായിട്ട് നമ്മളെയും യേശുവിനെക്കുറിച്ച് പറയാനെന്ന രീതിയിലാണ് അവർ വരുന്നത്. യേശുവിനെക്കുറിച്ച് പറഞ്ഞവരും ബൈബിളിൽ ഒരു കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അവർ ചിലവർ മാതാവിനെ വിശ്വസിക്കുന്നവരായിരിക്കും, അതായത് മാതാവിനെ മധ്യസ്ഥം നേടുന്നവരായിരിക്കും. ചിലർ മാതാവിനെ ഇതാക്കുന്നുണ്ടാവില്ല. എന്നാലും അവർ നമ്മളെ ക്രിസ്ത്യാനികളുടെ അടുത്തേക്കായിരിക്കും കൂടുതൽ വരുന്നത്, അതായത് കത്തോലിക്ക സഭയിലുള്ളവരുടെ അടുത്തേക്കായിരിക്കും. അവരെന്നിട്ട് പറയുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം ഇതാണ്: യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് പറയും. രണ്ടാം വരവിനെക്കുറിച്ച് കുറേ ബൈബിളിൽ ഓടുന്ന കുറേ പാസേജുകൾ വായിച്ച് ഇടയിൽ ഇങ്ങനതുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ പറഞ്ഞ് കൺവിൻസ് ആക്കിയിട്ട് പറയും, ഈ രണ്ടാം വരവ് എവിടെയാണ് വരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അത് നമ്മൾ പറയും അറിയില്ല. അപ്പോൾ അവർ പറയും, അത് ഞങ്ങൾക്കറിയാം, ഇന്ന സ്ഥലത്താണെന്ന് ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞുതരും. എന്നിട്ട് അവർ പറയുന്നതിനകത്ത് ഒരു കാര്യം ഇതാണ്: സിയോനിൽ നിന്നാണ് അവർ പറയുന്നത്. സിയോനിൽ നിന്നുള്ളൊരു ഇത് വെച്ചിട്ട് അവർ പറയും, ഈ സിയോനിൽ നിന്ന് യേശു പറയുന്നത് വേറെ ഉദ്ദേശത്തിലാണ്. പക്ഷെ അവർ പറയും, ആ സിയോൻ എവിടെയാണെന്ന് അറിയാമോ? അത് ഞങ്ങളീ പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. ആ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് വന്ന് അത് ആ പറയേണ്ട ഒരു പ്രവാചകൻ പറഞ്ഞു തന്നാൽ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പേരെന്താണെന്നും അതുവഴി നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കൂ എന്നൊക്കെ പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ അവരെ ആകർഷിച്ചിട്ട് അവരുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുകയും നമുക്കങ്ങനെ നമ്മൾ കുറച്ച് ട്രാക്കിലായി പോവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ പക്ഷേ സത്യത്തിൽ അറിയേണ്ട കാര്യം, യേശു രണ്ടാം വരുമെന്നുണ്ടെന്നുണ്ടെങ്കിലും ചില ആൾക്കാർ പറയാറുണ്ട് രണ്ടാം വരവ് ഓൾറെഡി വന്നു കഴിഞ്ഞു, പോപ്പൊക്കെ പറയുന്നത് തെറ്റാണ്. പക്ഷേ തിരുസഭ എന്ന് പറയുന്ന തിരുസഭയെക്കുറിച്ച് നമ്മൾ അറിയണം. കാരണം തിരുസഭ നമ്മുടെ യേശുവിൻ്റെ ഭൗതിക ശരീരമാണ്. അതായത് തിരുസഭയാണ് ദൈവം അത്രയും വരമേൽപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്തതും. പത്രോസിനോട് പറഞ്ഞത്, നീ കുട്ടിയെ തുറക്കാനും പറ്റില്ല, നീ തുറന്നിട്ടുണ്ടെങ്കിൽ അടക്കാനും പറ്റില്ല എന്നുള്ളത് തിരുസഭയുടെ പാപത്തിൻ്റെ താക്കോലുകളും എല്ലാം പത്രോസിനാണ് വരമേൽപ്പിച്ചത്. ശിഷ്യന്മാർ വഴി തുടങ്ങിയ തിരുസഭ ഇന്നും നിലനിൽക്കുന്നു. എന്തോരം പേരാണ് ആ തിരുസഭയെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും രക്തസാക്ഷികളായിട്ട് വരും. തിരുസഭയെ ആളുകളുടെ എണ്ണം കൂട്ടുക എന്നല്ലാതെ കുറക്കുവാനായിട്ട് ഇന്നേ വരെ സാധിച്ചിട്ടില്ല. ആ തിരുസഭയെ നമ്മൾ തിരിച്ചറിയണം. ബൈബിളും തിരുസഭയാണ്. ഇത് ബൈബിളെന്ന് പറയുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾക്ക് ബൈബിളെന്ന് പറഞ്ഞ് എടുക്കുന്നതും ഇതിനെക്കുറിച്ച് പഠിച്ചും ഈ തർജ്ജമ ചെയ്യുന്നതും എല്ലാം തിരുസഭയാണ്. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കണം. അപ്പോൾ തിരുസഭ ഈ പറഞ്ഞ തന്നെ ബൈബിളിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തണമെങ്കിലും തിരുസഭയ്ക്ക് വേണമെങ്കിൽ ആകാം. കാരണം ഇത്രയും കൂട്ടിച്ചേർക്കലുകളെല്ലാം ഈ ബൈബിള് ഒരുമിച്ച് ഒരു ദിവസം ഉണ്ടായി വന്നതല്ല. പല സ്ഥലങ്ങളിലെ പല കത്തുകളും ഗ്രന്ഥങ്ങളും ക്രോഡീകരിച്ച് വർഷങ്ങളെടുത്ത് രൂപീകരിച്ച് വന്നതാണിത്. അല്ലാതെ ഒരാൾ എഴുതി അങ്ങനെയല്ല. അതാ തിരുസഭയാണത് കൂട്ടിച്ചേർത്തത്. അപ്പോൾ തിരുസഭയ്ക്ക് ഇനിയും കൂട്ടിച്ചേർക്കലുണ്ടെങ്കിലും അതും നമുക്ക് വേണമോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടതും തിരുസഭയാണ്. പല സഭക്കാർ പറയും, അവർ നമുക്ക് കുറേ അവരുടെ നല്ല പ്രവൃത്തികളുണ്ട്, ഇല്ലെന്നല്ല, അവർ പൂർണ്ണമായിട്ടും വിമർശിക്കുന്നതല്ല അവരുടെ കാര്യങ്ങൾ. അവർ നന്മ പ്രവൃത്തികൾ ചെയ്യുന്നതിന് അംഗീകരിക്കാം. പക്ഷേ അവർ ചെറിയ നല്ല പ്രവൃത്തികൾ പോലും വളച്ചൊടിക്കുമ്പോഴാണ് നമുക്ക് റോങ്ങായി പോകുന്നത്. നമുക്ക് തന്നെ അറിയാം. അപ്പോൾ പിശാച് പറഞ്ഞേക്കുന്നതിനകത്ത് റോങ് ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം. അതായത് ആ പിശാച് പറയുന്നതും ബൈബിൾ ഉദ്ധരണികളെ ഉദ്ധരിച്ചുകൊണ്ടാണ്. പിശാചും യേശുവിനെ തന്നെ പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ വാക്കുകളും ബൈബിളിലുള്ള ബൈബിൾ വാക്യങ്ങളാണ്. അതേപോലെ തന്നെ പിശാച് ആദത്തോട് ഹവ്വായോട് പറഞ്ഞതും ഇതാണ്: നീ തിന്നുന്ന നിമിഷം നിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടും, നിനക്ക് നന്മയും തിന്മയും തിരിച്ചറിയാം. അത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ പാസേജ് വായിക്കുമ്പോൾ തന്നെ ഉൽപ്പത്തിയിൽ കാണാൻ പറ്റും, കണ്ണുകൾ തുറന്നു എന്ന് പറയുന്നുണ്ട്. അതേപോലെ നന്മയും തിന്മയും അറിഞ്ഞിട്ട് അവർ നഗ്നരായിരുന്നു. അപ്പോൾ ആ നഗ്നത അവർക്ക് മനസ്സിലാകുന്നതും ആ ഫലങ്ങൾ തിന്നരുതെന്ന് പറഞ്ഞ ഫലങ്ങൾ തിന്നു കഴിഞ്ഞപ്പോഴാണ്. പക്ഷെ അവർ മനസ്സിലാക്കണം, ആ പറഞ്ഞതിനകത്ത് ഞാൻ ചിന്തിക്കുന്നത് ആ പറയുന്ന കാര്യങ്ങളും സത്യം തന്നെയാണ്, പക്ഷേ വളച്ചൊടിച്ച് സത്യമാണെന്നുള്ളതാണ്. മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ മരിച്ചില്ല. പക്ഷെ ദൈവം പറഞ്ഞാൽ മരിക്കുമെന്ന് പറഞ്ഞത് അവരുടെ ആന്തരികമായ മരണമാണ്. ദൈവത്തിൻ്റെ ചൈതന്യം ഇല്ലാത്തൊരവസ്ഥയെ മരണമെന്ന് പറയും. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്.
അപ്പം അങ്ങനെ ആ ഒരു പാപം ചെയ്യുന്നവൻ അങ്ങനെ ശാരീരികമായിട്ടല്ലാണ്ട് മാനസികമായിട്ടുള്ള മരണമാണ് ദൈവം പറഞ്ഞത്. പക്ഷെ ആ പിശാച് പറഞ്ഞ മരണം അല്ലാതെ ശാരീരികമായിട്ട് മരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ പിശാച് പറഞ്ഞത് സത്യമാണ്, പക്ഷെ വളച്ചൊടിച്ച വക്രമായ സത്യമാണ്. നമുക്കറിയാം മുറിവൈദ്യൻ രോഗികളെ കൊല്ലുന്നു എന്നുള്ളതാണ്. ഇത് പകുതിയും വളച്ചൊടിച്ച സത്യമെല്ലാനും നുണക്ക് തുല്യം തന്നെയാണ്. അപ്പോൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ക്രിസ്ത്യാനികൾ, അതായത് ക്രിസ്ത്യാനികളെന്ന് അതായത് തിരുസഭയിൽ വിശ്വസിച്ച് ദിവ്യകാരുണ്യവും കുർബാനയിലൊക്കെ കൂടുന്നവരെ അവർ പ്രത്യേകം വന്ന് കണ്ട് അവരുടെ കുറേ കാര്യങ്ങൾ തെറ്റായി തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ്. അതായത് അവർ പറയുന്ന കാര്യങ്ങൾ ബൈബിളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വളച്ചൊടിച്ച സത്യങ്ങളാണ് അവർ പറയുന്നത്. അതായത് അതിന് മുൻപോ പിൻപോ അത് ഏത് കാലഘട്ടത്താണ് നടന്നത്, ആരോട് പറഞ്ഞു, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം ഈ ആളോട് പറഞ്ഞതെന്നുള്ളത് ചിന്തിക്കാതെ, അല്ലെങ്കിൽ ചിന്തിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും ചിലപ്പോൾ മനസ്സിലാക്കാതെ ആയിരിക്കും അങ്ങനെ പറയുമ്പോഴും ആ അർത്ഥം തന്നെ മാറിപ്പോകും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം 5,5000 പേർക്ക് വിളമ്പി ആ സമയത്ത് ബൈബിൾ എഴുതിയിരുന്ന ഒരു വരിയാണ്, അതായത് സ്ത്രീകൾ ഒഴികെ 5,000 പുരുഷന്മാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് അത് നമുക്ക് ആ പാസേജ് അറിയാവുന്നതിൻ്റെ പേരിൽ നമുക്കറിയാം സ്ത്രീകൾ ഓൾറെഡി ഉണ്ടാവും. കാരണം അത്രയും പുരുഷന്മാരുണ്ടെങ്കിൽ ഓൾറെഡി അതിനേക്കാൾ ഇരട്ടി സ്ത്രീകൾ ഉണ്ടാവുമെന്നറിയാം. പക്ഷെ ആ ഒരു നമ്മൾ അറിയാത്തൊരു പാസേജാണ് എടുക്കണമെന്ന് ചിന്തിച്ച് നോക്കി. ഇപ്പോൾ വേറൊരു ഭാഗം വേറെ എന്തെങ്കിലും കാര്യത്തിലാണ് ഞാനിപ്പോൾ പറയുന്നത്, സ്ത്രീകൾ ഒഴികെ ബാക്കി എല്ലാവരും അല്ല അത് എടുക്കുന്നില്ല. ഇപ്പോൾ കുട്ടികൾ ഒഴികെ ബാക്കി എല്ലാവരും കഴിച്ചു. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കുന്നത് എന്താ, കുട്ടികൾ കഴിച്ചിട്ടില്ല, കുട്ടികൾ ഒഴികെ ബാക്കി എല്ലാവരും കഴിച്ചു. ഇത് നമുക്ക് ആ പാസേജ് അറിയാവുന്നതിൻ്റെ പേരിലും ആ സന്ദർഭം അറിയാവുന്നതിൻ്റെ പേരിലും നമുക്കറിയാം അന്നേരത്തെ വന്നേക്കുന്നതിനകത്ത് സ്ത്രീകളായിരിക്കും അവരെക്കാളും കൂടുതൽ. അപ്പം ഇത്രയും കുട്ടികൾ അപ്പം ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അത്രയും സ്ത്രീകൾ അതിൻ്റെ ഇരട്ടി ഉണ്ടായിട്ടുണ്ടാവും. അതേപോലെയാണ് പക്ഷേ ആ ഒരു വാക്യം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരർത്ഥം മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ ഒരു അർത്ഥം മാത്രം, വാച്യാർത്ഥം മാത്രമല്ല എടുക്കേണ്ടത്, അതിന് മുൻപുള്ള പാസേജും എടുക്കണം, അതിന് പിൻപിലുള്ളതും എന്ത് ഉദ്ദേശിച്ചാണെന്നുള്ള എടുക്കണം, ഏത് കാലഘട്ടത്തിലെ ആൾക്കാരോടാണ്. ഇപ്പോൾ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നൊരു സമയമാണെന്നുണ്ടെങ്കിൽ ആ കാലഘട്ടം, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലുള്ള കാലഘട്ടം കൂട്ടം കൂടി നിൽക്കുന്നവർക്ക് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാം. അപ്പോൾ ഇത്രയും പേര് 5 പേര് നിന്നിച്ച് 5 പേരും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ 5 പേരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, പക്ഷെ ആ ഒരു വാച്യാർത്ഥം കത്തിട്ട് കാര്യമില്ല. അപ്പോൾ അന്നത്തെ നമ്മൾ ആ കാലഘട്ടം എന്തായെന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ നോക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു അടിയന്തരാവസ്ഥ കാലഘട്ടമാണെങ്കിൽ ആ കാലഘട്ടത്തിൽ നടക്കുന്നതും ഈ വാക്കുകൊണ്ട് ഇത് എഴുതിയിട്ട് കാര്യമില്ല. കാരണം ആ സമയവും കൂടി പരിഗണിച്ച് അത് ആ ഒരു നിലനിന്ന ആചാരങ്ങളും അതിൻ്റെ എല്ലാം പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെക്കുറിച്ച് അറിയാനായിട്ടും വേറൊരാളോട് പറഞ്ഞു കൊടുക്കാനും പറ്റുള്ളൂ. ഇത് അവർ പറയുന്ന കാര്യങ്ങളെല്ലാനും ഇതേപോലെയാണ്. ആ വാച്യാർത്ഥം മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാൻ നമ്മൾ ആദ്യം തന്നെ ഈ ബൈബിള് വായിക്കുകയാണെങ്കിൽ മര്യാദക്ക് നല്ല രീതിയിൽ അതായത് മനസ്സിലാക്കാൻ വേണ്ടി വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ദൈവം ഓരോന്ന് പറഞ്ഞു തരും. ബൈബിളിൽ തിരുവോസ്തിക്ക് അത്രയും തുല്യ പ്രാധാന്യം തന്നെ ബൈബിളിലുള്ളത്. അപ്പോൾ അതേപോലെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി, അതായത് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അല്ലാതെ മനസ്സിലാക്കാൻ വേണ്ടി വായിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അത് കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരും. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് പുതിയ നിയമമെങ്കിലും വായിച്ചു തീർക്കുക. പിന്നെ അതേപോലെ തന്നെയാണ് രണ്ടാം വരവ് വരുമെന്ന് പറയുന്നത്. രണ്ടാം വരവ് പറയുന്ന കാര്യം മത്തായിയുടെ സുവിശേഷത്തിനകത്ത് 24-ാം അധ്യായത്തിനകത്ത് കാണുന്നുണ്ട്. അതായത് യേശു പറയുന്നുണ്ട്, ഈ ഒരു രണ്ടാം വരവിനകത്ത് യേശു രണ്ടാം വരവ് വരുമ്പോൾ ആ ഒരു എന്നാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. മകനായ യേശുവിന്
കൂടി അറിയില്ല എന്നുള്ള അത്രയും ഇതാ പറയുന്നത്. ഇടിമിന്നൽ വരുന്ന പോലെ അത്രയും സ്പീഡിലായിരിക്കും. നമുക്കറിയാം വെളിച്ചത്തിൻ്റെ വേഗത ആണ് ഏറ്റവും ഫാസ്റ്റ് എന്നുള്ളതറിയാം. അപ്പോൾ അതിനേക്കാളും വേഗതയിലായിരിക്കും വരുന്നത്. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പോകുന്ന മിന്നൽ പിണറിന് തുല്യമായിരിക്കും. അതുപോലെയായിരിക്കും. അപ്പോൾ ആ ഒരു നിമിഷം വരെ എന്താണെന്ന് നിശ്ചയിച്ചിട്ടുണ്ടാകും, അത് പിതാവിന് മാത്രമേ അറിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യം ഇതാണ്. ചിലവർ പറയുന്നുണ്ട് ഓൾറെഡി വന്നു കഴിഞ്ഞു, പക്ഷെ വരുന്നതിന് മുൻപുള്ള അടയാളങ്ങളും യേശു പറയുന്നുണ്ട്. ഈ വചനങ്ങൾ വായിക്കുന്നത് അറിയാം, ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്, അവസാനം അതായിട്ടില്ലെന്നോ, യുദ്ധങ്ങളുണ്ടാവും, ക്ഷാമം വരും, എന്നിട്ടും ഇനിയും ആയിട്ടില്ല, പിന്നെ രാജ്യത്തിനെതിരാവും, ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണെന്നാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 3 മുതലുള്ള വാക്യമുണ്ടെങ്കിൽ പിന്നെ ഭീകര ദുരിതങ്ങളുണ്ടാവും. അപ്പോഴും ഇഷ്ടംപോലെ അത് കഴിഞ്ഞിട്ടും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് മാത്രം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാൻ പറ്റും ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും സംഭവിച്ചിട്ടില്ല. പക്ഷെ എപ്പോൾ സംഭവിക്കുമോ എന്ന് നമുക്കറിയാനും പാടില്ല. അതുകൊണ്ട് കുറേ നാളത്തേക്ക് പോകാനും സാധ്യതയുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ വന്നു കഴിഞ്ഞെന്ന് മാത്രം പറയാൻ പറ്റില്ല. കാരണം ഇതിനുള്ള ലക്ഷണങ്ങൾ ഇപ്പോൾ തന്നെ അത്രയും പാപകരമായ അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും വരാം. അതിൻ്റെ ഒപ്പം തന്നെ യേശു പറയുന്നുണ്ട്, സദാ ജാഗരൂകരായിരിക്കാൻ പറയുന്നുണ്ട്. 36 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. പിന്നെ 10 കന്യകമാരുടെ ഉപമയിൽ പറയുന്നുണ്ട്. താലന്തുകളുടെ ഉപമയിലും അത് ഉള്ളവൻ ഈ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ മറച്ചു വയ്ക്കരുതെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ 10 കന്യകമാർ അവരുടെ എണ്ണ കരുതാണ്ട് അവർ ജാഗരൂകരായിരിക്കാത്തതിൻ്റെ പേരിലാണ് അവർക്കുണ്ടായത്. മനുഷ്യപുത്രൻ്റെ ഒരു കള്ളനെ പോലെ വരുമെന്നുള്ളതും നമ്മൾ അറിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കവർച്ച ചെയ്യാൻ അനുവദിക്കാത്തതുപോലെ നമ്മൾ പിശാചിൻ്റെ പിടിയിലകപ്പെട്ട് നമ്മൾ നിത്യനരകത്തിലേക്ക് പോകാനായിട്ടുള്ള ശിക്ഷ അനുഭവിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാതെ നമുക്ക് അതിനെ തരണം ചെയ്യാൻ പറ്റും. കാരണം സദാ ജാഗരൂകരായിരിക്കാം പല പ്രാവശ്യം പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചിലവർ പറയുന്നുണ്ട് ഈ 5 കൊല്ലത്തിനുള്ളിൽ വരും. അങ്ങനെ പറഞ്ഞിട്ട് ഒരു സിസ്റ്ററിനെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഇന്നയാൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അത് തിരുസഭ അംഗീകരിച്ചു. അതെല്ലാം തിരുസഭ ഒന്നും അംഗീകരിച്ചിട്ടില്ല ഇന്നേവർ. അത് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വേറൊരു രാജ്യത്തുള്ള ഒരു ബിഷപ്പ് അംഗീകരിച്ചു എന്ന് അവർ പറയുന്നത് മാത്രമാണ്. അത് പ്രൈവറ്റ് റെവലേഷനാണ്. അത് ഒരാൾക്കായിട്ട് കിട്ടിയെന്ന് അവർ തന്നെ പറയുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തിരുസഭ അംഗീകരിച്ചതാണ്, ബിഷപ്പിൻ്റെ അംഗീകാരമുണ്ട് എന്നൊക്കെ തെറ്റായിട്ട് അവർ ധരിപ്പിക്കുന്നത് മാത്രമാണ്. ഇത് യൂട്യൂബ് വഴി നമ്മൾ വിശ്വാസികളിൽ പലരും പോലും അത് വിശ്വസിച്ച് അവരുടെ ഒരു കൂട്ടായ്മയിലും വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് ചേർന്നു എന്നുള്ളതാണ് നമ്മളെ അതിശയിപ്പിക്കുന്നത്. കാരണം നല്ല പ്രാർത്ഥനാ കൂട്ടായ്മയിലായിരിക്കുന്നവർ പോലും അത് വിശ്വസിച്ച് കഴിഞ്ഞു. കാരണം 5 കൊല്ലത്തിനുള്ളിൽ വരുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ 2025, 5 കൊല്ലത്തിനുള്ളിൽ വരുമെന്നുള്ളത്. അപ്പോൾ അവരുടെ വിചാരം എന്ന് പറയുന്നത് 5 കൊല്ലം വരെ ടൈം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. കാരണം വേണമെങ്കിൽ 5 കൊല്ലമൊന്നും അത്രയും അന്ന് യേശു തന്നെ പറഞ്ഞതാണ് എന്ന് വരുമെന്നുള്ളത്. യേശുവിന് തന്നെ അറിയില്ല, അത്രയും ജാഗരൂകരായിരിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഈ 5 കൊല്ലത്തേക്കിന് വെയിറ്റ് ചെയ്യേണ്ട ഒരുങ്ങാനുള്ള സമയം എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ അത്രയും സമയം നമുക്ക് ഉണ്ടാവില്ല. ചിലപ്പോൾ ഇന്ന് വരും. അപ്പോഴും നമ്മൾ അവർ പറയുന്ന ആ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ കാരണം കൊണ്ട് നമ്മൾ 5 കൊല്ലം വരെയും ഒരു കുഴപ്പമില്ല, അത്രയും നാൾ നമ്മൾ ഒരുങ്ങിയിരുന്നാൽ മതി എന്നുള്ള രീതിയിൽ വെറുതെ സാധാരണ പോലെ ജീവിക്കും. പക്ഷേ ചിലപ്പോൾ അത്രയും ഒന്നും ഉണ്ടാവില്ല. കാരണം സദാ ജാഗരൂകരായിരിക്കാൻ പറഞ്ഞത് ചിലപ്പോൾ 5 കൊല്ലമൊന്നും നമുക്ക് ഉണ്ടാവാനേ ചാൻസ് ഇല്ല. പിന്നെ അവർ പറയുന്നത് പോലെ അല്ല ഇത്. അവർ പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഫുഡിന് ക്ഷാമം ഉണ്ടാകും. അത് എൻ്റെ ഒരു ഫുഡൊക്കെ ശേഖരിച്ച് വെക്കണം, നശിച്ചു പോകാത്ത പയറും കടല, അങ്ങനെ നശിച്ചു പോകാത്ത ഫുഡൊക്കെ സേവ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഈ പറഞ്ഞ ഇലക്ട്രിക് വണ്ടികൾ ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞ കൈമാറ്റങ്ങൾ പ്രയാസമുള്ളതിൻ്റെ പേരിൽ സോളാർ എടുത്ത് അതുവഴി ഇതാക്കുക. അപ്പോൾ ഗവൺമെൻറ് ഒച്ച കുത്താതിരിക്കാൻ വേണ്ടിയും ചിപ്പ് ഘടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയും സ്വന്തമായിട്ട് ഒരു കാര്യങ്ങൾ ഭക്ഷണത്തിനുള്ള കാര്യങ്ങളാണെങ്കിലും ഗതാഗതത്തിനുള്ള കാര്യങ്ങളാണ് സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക. പക്ഷെ ഇതെല്ലാം റോങ്ങാണ്.
അതായത് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ യേശു ഉദ്ദേശിക്കുന്നത്, യേശു പറയുന്നത് നിങ്ങൾ അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടുമെന്ന് പറയുന്നത് ആ ഒരു ഭൗതികമായിട്ടുള്ള കാര്യത്തിലല്ല. അതായത് നമ്മൾ ഇപ്പോൾ ഞാൻ തന്നെ ചോദിക്കട്ടെ, ഇപ്പോൾ അന്നേരത്ത് ഭക്ഷണം കഴിച്ചും സ്വന്തം ഇത് മാത്രം സേഫ്റ്റി നോക്കിയിട്ട് സേവ് ചെയ്ത് വെച്ചേക്കുന്നവർ രക്ഷപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി പാവപ്പെട്ടവരും ഇതൊന്നും അന്നന്നത്തേക്ക് വേണ്ടി മാത്രം ഭക്ഷിക്കുന്നവരും അന്നന്നത്തേക്ക് വേണ്ട കാര്യങ്ങളും അന്നത്തെ അവർക്ക് വേണ്ടി അന്നത്തെ തന്നെ അവർക്ക് പൈസ ഇല്ല. അപ്പോൾ അവരെങ്ങനെ അവരാരും രക്ഷപ്പെടില്ലേ? ഇതെല്ലാനും അവർ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറേ കാര്യങ്ങളാണ്. അതായത് യേശു പറഞ്ഞത് അത് പാപത്തിൽ വീഴാതെ അവസാനം വരെ പിടിച്ച് നിൽക്കുന്ന കാര്യമാണ്, അല്ലാണ്ട് ജീവൻ സംരക്ഷിക്കണതിൻ്റെ കാര്യമല്ല. അന്നേരത്ത് നമ്മളിപ്പം പച്ച കുത്തില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ അവരുടെ മുദ്ര നമ്മുടെ ശരീരത്തിൽ പിടിപ്പിക്കാനായിട്ട് മരിച്ചാലും സമ്മതിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ അന്നേരത്ത് നമ്മൾ മരിച്ച് വീണിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ സ്വർഗ്ഗത്തിലേക്കായിരിക്കും പോകുന്നത്. അതിന് വേറൊരു ഡൗട്ടില്ല. കാരണം അപ്പോൾ നമ്മുടെ ശരീരം ഇത്ര നാളത്തേക്ക് പിടിച്ച് വെക്കാനോ നോക്കേണ്ട കാര്യമില്ല. കൊച്ചു ത്രേസ്യ പുണ്യവാളത്തെയും സ്വന്തം അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ നമുക്ക് ജീവനുള്ള ചെറുതായിരിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അമ്മ നമുക്ക് മരിച്ച് സ്വർഗത്തിൽ പോയിക്കൂടെ എന്ന് പറയുന്നത്. അതായത് അത്രയും ആ സ്വർഗം എന്ന് പറയുന്നത് അത്രയും അത്രയും സന്തുഷ്ടകരമായൊരു ജീവിതമായിട്ട് കൊച്ചു ത്രേസ്യ പുണ്യവാളത്തിൽ കാണുന്നത് കൊണ്ടാണ് സ്വർഗത്തെക്കുറിച്ച് അറിയാവുന്ന ഒട്ടുമിക്കവരും അങ്ങനെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. കുറേ പേരുടെ അനുഭവം ഞാൻ കേട്ടായിരുന്നു. അത് ചിലവർ മരിക്കാനുള്ള ആ സ്റ്റേജിൽ മരിച്ച് ഡോക്ടർമാരും മരിച്ചെന്ന് വിധി എഴുതി ആ സമയത്ത്, പക്ഷെ അവർ കണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് നേരം മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ കൈ അനങ്ങുന്നതായിട്ട് കണ്ട് പിന്നീട് അവർ ജീവനിലേക്ക് തിരികെ പ്രവേശിച്ചു. പക്ഷേ ആ സമയത്ത് അവർ മരിച്ചു എന്ന് പറയുന്ന സമയത്ത് അവർ കണ്ട കാഴ്ചകൾ പറയുന്നത്, അവർ സ്വർഗത്തിലേക്ക് മാലാഖമാർ കൂട്ടിക്കൊണ്ട് പോകുന്നത് കണ്ട് പോയി കഴിഞ്ഞിട്ട് അവർ സ്വർഗത്തിലെത്തി. അവർ അവരുടെ ജീവഗ്രന്ഥം തുറക്കപ്പെട്ടു. ജീവഗ്രന്ഥത്തിൽ അതായത് തുറക്കുന്ന സമയത്ത് തന്നെ ജീവിതത്തിൽ അന്ന് വരെ ചെയ്ത കാര്യങ്ങളെല്ലാം ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ 3D സ്ക്രീനിൽ കാണുന്നതിനേക്കാളും ക്ലിയർ ആയിട്ട് അവർ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ സകലതും കാണാൻ പറ്റിയവർക്ക്. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം അവർ കാണുന്നില്ല അതിനകത്ത്. അപ്പോൾ ചോദിച്ചു പറയുന്നത്, കുമ്പസാരിച്ച് നല്ല രീതിയിൽ കുമ്പസാരിച്ച് കാര്യം പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ മാത്രം അത് ദൈവത്തിൻ്റെ ഒരു പുസ്തകത്തിൽ വരില്ല, ദൈവം തന്നെ അത് ഓർക്കുന്നില്ല. അപ്പോൾ അത്രയും കുമ്പസാരത്തിന് പ്രാധാന്യമാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അതല്ല, അത് കഴിഞ്ഞിട്ട് ഇപ്പം സമയമായിട്ടില്ല, തിരിച്ച് ഭൂമിയിലേക്ക് സമയമായിട്ടില്ല, നിന്നെ മരിക്കാനുള്ള സമയമായിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ചേച്ചി പറയുന്നൊരു കാര്യം എൻ്റെ മനസ്സിൽ നിന്നു. അതായത് ഇനി പോകണ്ടെന്ന് പറയുന്നത്. ആ ചേച്ചി നിർബന്ധിക്കുന്നു, എനിക്ക് പോകണ്ട, തിരിച്ച് പോകേണ്ടത്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, അതായത് ആ ചേച്ചിക്കും ഇപ്പോൾ നല്ല ഭർത്താവും മക്കളൊക്കെ ഉണ്ടാവും, പക്ഷേ എന്തുകൊണ്ട് തിരിച്ച് ഭൂമിയിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. സാധാരണ ബാക്കി എല്ലാവരും അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന സത്യം ഇതാണ്, സ്വർഗം അത്രയ്ക്ക് എന്താ പറയുക, അത്രയും നമുക്ക് സന്തുഷ്ടകരമായിട്ടുള്ളൊരു ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുന്ന അവസ്ഥയാണത്. പിന്നെ പറയാനുള്ളത്, കത്തോലിക്ക തിരുസഭയിൽ നിന്ന് അവർ പോയിട്ട് വചനങ്ങൾ അറിയാൻ പറ്റുന്നത് അവർക്ക് നല്ലതാണ്. പക്ഷേ ഈ വളച്ചൊടിച്ച വക്രമായിട്ട് അറിയുമ്പോൾ ആ പറയുന്ന മീനിങ്ങിന് തന്നെ ഓപ്പോസിറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ അവർക്ക് കൂദാശകളെല്ലാം അവർക്ക് നഷ്ടപ്പെടുകയാണ്. അവരെന്ത് തന്നെ കൂദാശ പരികർമ്മം ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും വാലിഡ് ആയിരിക്കില്ല. കാരണം ആ തിരുസഭയിലാണ് അത് പകർന്നു കൊടുക്കാനുള്ള അധികാരം കൊടുത്തേക്കുന്നത്. പത്രോസ് വഴി അത് പകർന്നു കൊടുക്കുന്നത്. തിരുസഭയ്ക്ക് പുറത്ത് ഒന്നും ലഭിക്കുകയില്ല. പരിശുദ്ധാത്മാവിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചൈതന്യം കിട്ടും. അതായത് പ്രാർത്ഥിക്കുന്നവൻ ആരായിരുന്നാലും ദൈവത്തിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അതിനുള്ള ശക്തി കിട്ടും. പക്ഷെ ആ കൂദാശകൾ പരികർമ്മം ചെയ്യുന്നത് വഴിയുള്ള കൃപയൊന്നും അവർക്ക് കിട്ടില്ല. അതവർക്ക് ലോകനഷ്ടം തന്നെയായിരിക്കും. അതായത് തിരുസഭയിലെ മാമോദിസ വഴി കിട്ടുന്ന അത് കിട്ടിയവർക്ക് ആ മാമോദിസയുടെ മായാത്ത മുദ്ര അവിടെ കിടക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ സ്ഥൈര്യലേപനം, കുമ്പസാരം, കുർബാന, രോഗീലേപനം ഇതൊന്നും അവർക്ക് ലഭിക്കാതെ പോകുമ്പോൾ
അതിനുള്ള ഒരു വില അവർ മനസ്സിലാക്കാണ്ട് പോകുന്നതാണ് ശരിക്കും യഥാർത്ഥ നഷ്ടം അവർക്ക്. കുറേ പേര് പറഞ്ഞ തന്നെ പിന്നീട് മനസ്സിലാക്കി തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ ഭൂരിപക്ഷം പേരും അത് മനസ്സിലാക്കാനായിട്ട് അവരുടെ മനസ്സ് മന്ദീഭവിച്ച് പോകുന്നതാണ് കാണാറുള്ളത്. അപ്പോൾ അത് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. തിരുസഭയോട് തിരിച്ച് വന്നിട്ടുണ്ടെങ്കിലും അവർക്ക് ഇതെല്ലാം വേറെ ഒരു എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാവുന്നതാണ്. അത് പറഞ്ഞ് തിരുസഭ അവരെ അതിലേക്ക് തിരികെ ക്ഷണിക്കുകയാണ്. പക്ഷേ അതിന് വേറെ പ്രതിഫലം തരികയോ ഒന്നുമില്ല. മറ്റുള്ള സഭക്കാർ കൊടുക്കുന്ന പോലെ ആനുകൂല്യങ്ങളും ഫുഡായിരിക്കാം മറ്റതും അങ്ങനെ പറഞ്ഞ് ആകർഷിച്ചൊന്നും തിരുസഭ ചെയ്യുന്നില്ല. കാരണം ഒരാൾ ക്യാൻവാസ് ചെയ്യാൻ വീടുകളിലോട്ട് പോയിട്ട് ഇതാവുമെന്ന് പറയണ അങ്ങനെ അതൊന്നുമില്ല. കാരണം അവർ തരുന്നത് ദൈവത്തെ തന്നെയാണ് തരുന്നത്. അതിനേക്കാളും ലേവിയോട് പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് ഓരോ ഇന്നതിൻ്റെ ഡ്യൂട്ടികളും ഇന്നതും ഏൽപ്പിച്ചു കൊടുത്തിട്ട് ലേവിയോട് പറയുന്നുണ്ട് നിൻ്റെ സമ്പാദ്യം ഞാൻ തന്നെയായിരിക്കും എന്ന് പറയുന്നത് ദൈവത്തെ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ചിലവർ ചോദിക്കാറുണ്ട് തിരുസഭ കുറേ കാര്യങ്ങൾ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടും അത് അംഗീകരിച്ചിട്ടില്ലല്ലോ എന്നുള്ളത്. അതിന് കാലതാമസം എടുക്കുന്നു. പക്ഷെ കാലതാമസം എടുക്കും. പക്ഷേ തിരുസഭ കുറേ കാര്യങ്ങൾ ഇത് നിരാകരിക്കുന്നുണ്ട്. അതായത് ഇന്ന പുസ്തകം തിരുസഭ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം അത് അംഗീകരിക്കാത്തൊരു വസ്തുതയാണ്. അത് തിരുസഭയ്ക്ക് ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഇതില്ല. അതേപോലെയാണ് കുറേ പ്രചാരത്തിലുള്ള ഇപ്പോൾ കരുണയുടെ അവസാന മണിക്കൂർ എന്നുള്ള പുസ്തകം അതെല്ലാനും തിരുസഭയ്ക്കൊക്കെ ഓപ്പോസിറ്റ് പറയുന്ന പുസ്തകങ്ങളാണ്. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ വരെ ഇപ്പോൾ ഈ അടുത്ത് പോപ്പ് അതങ്ങനെയല്ല എന്ന് പറഞ്ഞ് കർശനമായിട്ട് പറഞ്ഞായിരുന്നു. അത് പോപ്പ് മാത്രം എടുക്കുന്ന തീരുമാനങ്ങളല്ല. തിരുസഭയിൽ ഔദ്യോഗികമായിട്ട് പഠിച്ച് അതിനെക്കുറിച്ച് തീരുമാനം എടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഗ്രൂപ്പാണ് അത് എടുത്ത് പറയുന്നത്. ചിലർ തിരിപ്പിച്ച് പറയുന്നുണ്ട് പോപ്പിൻ്റെ അത് ആഗ്രഹപ്രകാരം പറഞ്ഞതാണ്, പോപ്പാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. പിന്നെ മറ്റുള്ള സഭക്കാർ ചെയ്യുന്നൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് മുൻപത്തെ പഴയ നിയമകാലത്ത് യഹൂദർക്ക് ഈ ദൈവം കൊടുത്ത 10 കൽപ്പനകൾ അവർ വിഭജിച്ച് 10,000-ലധികം കൽപ്പനകളാക്കിയിരുന്നു. അതേപോലെയാണ് അവർക്ക് ഈ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. കൽപ്പനകളുടെയും കുറേ കാര്യങ്ങളും എക്സ്ട്രാ അവരെ കൂട്ടി സ്വർണ്ണമിടാൻ പാടില്ല അങ്ങനെ ഒരു ഇതുണ്ടാക്കിയത്. പിന്നെ നമ്മുടെ വിഗ്രഹങ്ങളുടെ കാര്യം എടുക്കുന്നുണ്ടെങ്കിൽ മാതാവിൻ്റെ വിഗ്രഹമുണ്ട്, യേശുവിൻ്റെ രൂപം നമ്മൾ ഫോട്ടോ വെച്ചിരിക്കുന്നത് വിഗ്രഹത്തിനെ ആരാധിക്കലാണ്. ദൈവം വിഗ്രഹം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല, വിഗ്രഹം ഉണ്ടാക്കുന്നതിന് ഓപ്പോസിറ്റ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാനങ്ങനെ ചോദിക്കട്ടെ, ദൈവം തന്നെയാണ് ഇസ്രായേൽ ജനത്തിനോട് സർപ്പത്തിൻ്റെ രൂപം ഉണ്ടാക്കാൻ പറഞ്ഞത്, അതിന് പിച്ചുള്ള സർപ്പം ഉണ്ടാക്കാൻ പറഞ്ഞത്. അപ്പം അങ്ങനെയല്ല പറഞ്ഞത്, ദൈവം തന്നെ അതിന് ഓപ്പോസിറ്റ് പറയുകയല്ലേ ചെയ്തു. പക്ഷെ അങ്ങനെയൊന്നുമല്ല. അതായത് ദൈവം പറയുന്നത് ഉണ്ടാക്കുന്നതും ദൈവത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതൊക്കെയും വേറെയാണ്. അതായത് ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന ആ ഒരു വിഗ്രഹത്തിനല്ല, അതായത് വിഗ്രഹത്തിനുണ്ടാക്കിയ ആ ദൈവത്തിനെ മനസ്സിൽ കൊണ്ടുകൊണ്ടാണ്. അല്ലാണ്ട് വിഗ്രഹത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. അത് വിഗ്രഹമായിട്ട് കരുതാനും പാടില്ല. അതായത് ദൈവത്തിന് സ്ഥാനം കൊടുക്കുക, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം വേറെ എന്തിനു കൊടുത്താലും അതാണ് വിഗ്രഹമാകുന്നത്. അതായത് ഉണ്ടാക്കി വെച്ചിട്ട് തന്നെ ആവണമെന്നില്ലത്. അതായത് ഇപ്പോൾ ഒരു സിനിമാ നടന്മാരും നടികളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ പേർക്ക് സിനിമാ നടന്മാരോട് ഭയങ്കര ആകർഷണം, അത് ദൈവത്തിനേക്കാൾ ഉപരിയാണ്. ചില നടന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചാവാൻ റെഡിയാണ്. അപ്പോൾ അതാണ് ഒരു വിഗ്രഹാരാധന. അത് പക്ഷേ ആ നടൻ്റെ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ട് ആരാധിക്കുന്നതല്ല, പക്ഷേ അത് വിഗ്രഹാരാധനയാണ്. ആ സമയത്ത് ദൈവത്തിൻ്റെ ഫോട്ടോ അതേപോലെ രൂപം വെച്ചിട്ട് ആരാധിക്കുന്നത് അത് വിഗ്രഹാരാധനയല്ല. പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല, പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു നടനെ ആരാധിക്കുന്നത് ദൈവത്തിനേക്കാൾ ഉപരി എന്തിനെ ആരാധിച്ചാലും, ഇപ്പം ഞാൻ എന്നെ തന്നെ സ്വയം ദൈവത്തിനേക്കാൾ ഉപരി സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ അത് എൻ്റെ വിഗ്രഹത്തെ ആരാധിക്കുന്നതിന് തുല്യമാണ്. ഇപ്പോൾ ചിലപ്പോൾ സ്ഥാനമാനങ്ങൾക്കായിരിക്കാം, സ്വത്തായിരിക്കാം, അതേപോലെ വീട്ടിലുള്ള മക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും അമ്മയാണെങ്കിലും ആരാണെങ്കിലും ദൈവത്തിനേക്കാളും ഉപരി ആര് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വിഗ്രഹാരാധനയാണ്.
പിന്നെ കുറേ പേര് അച്ഛന്മാരെയൊക്കെ വിമർശിക്കും. അച്ഛന്മാരെയൊക്കെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും അവരും സാധാ പോലെ മനുഷ്യരാണ്. അവരിപ്പം ഞാനും അവർ പറഞ്ഞ പോലെ തന്നെ അവരെ കാണുമ്പോൾ അവരിൽ നിന്ന് കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷേ ഞാനും പിന്നീട് മനസ്സിലാക്കിയ ഒരു കാര്യം എന്നതാണ്, അവരും ദൈവത്തിന് വേണ്ടി അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ്. പക്ഷെ അവർക്കും അവരുടേതായ ബലഹീനതകളുണ്ട്. അവരും ചിലപ്പോൾ പൂർണ്ണമായിട്ടും ദൈവത്തിന് അറിഞ്ഞവരാവണമെന്നില്ല. അവർ ദൈവത്തിന് വേണ്ടി അവരുടെ ജീവിതം മാറ്റി വെക്കുമ്പോഴും അവർക്ക് കുറേ സ്ട്രഗിൾ ചെയ്യുന്ന വരുന്നുണ്ട്, കുറേ സഹിക്കേണ്ടി വരുന്നുണ്ട്, ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്. പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, അവർ ബലഹീനരായിരിക്കും, അവർക്ക് വേണ്ടി കൂടിയാണ് അവർ ബലിയർപ്പിക്കുന്നത്. അതായതൊരു പാപം ചെയ്യാത്തൊരു യേശുവിനോട് ചോദിക്കുന്നുണ്ട്, നല്ലവനായ ഗുരു. അപ്പം പറയുന്നതുണ്ട് നല്ലവൻ ദൈവം മാത്രമാണെന്നുള്ളത്. അതായത് ബാക്കി എല്ലാ മനുഷ്യരും ഒരു വിധത്തിലല്ലെങ്കിൽ മോശ ഉൾപ്പെടെ, അബ്രഹാം എന്നുവേണ്ട പഴയ നിയമത്തിലെ ഓരോരുത്തരെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എല്ലാവരും ബലഹീനരായിരുന്നു. ആ ബലഹീനതയിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവർ ദൈവം വിളിക്കുന്നത്. അവർ വിജാതീയരായിരുന്നു. വിജാതീയരായിരിക്കുന്ന അവസ്ഥയിലാണ് ദൈവം ഓരോരുത്തരെ വിളിക്കുന്നത്. ശിഷ്യന്മാരെ ആയിക്കോട്ടെ, അങ്ങനെ ഓരോരുത്തരെ വിളിക്കുന്നതും അവരുടെ ബലഹീനത കണ്ടുകൊണ്ട് തന്നെയാണ്. അപ്പോൾ പുരോഹിതന്മാർ മാത്രം അത്രയും പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് പറയുന്നത് വേണ്ട. നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് അവരും സെമിനാരിൽ പോകുന്നത്. അപ്പോൾ പോകുന്നവർക്ക് ഇതുണ്ടാവും. ഇപ്പോൾ വേറൊരാൾ ഇന്നത് ചെയ്യാൻ പാടില്ല, അവർ അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം, അവർ ദൈവത്തെ പോലെ കാണണം. അതും ദൈവവിളി തന്നെയാണ്. അതേപോലെ തന്നെ വിവാഹ ജീവിതം ദൈവവിളി തന്നെയാണ്. അപ്പോൾ വിവാഹ ജീവിതം നയിക്കുന്നവർ ഈ തിന്മ ചെയ്യുമ്പോൾ അത് കുഴപ്പമില്ല. പക്ഷെ ആ ഒരു പുരോഹിതൻ്റെ ദൈവവിളി ദൈവത്തിനോട് ഒന്നുകൂടി ചേർന്ന് അവരുടെ ജീവിതം മുഴുവൻ സമർപ്പിക്കുന്ന അവർ എന്തെങ്കിലും കുഞ്ഞി തെറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് വിമർശിക്കാനായിട്ട് ധാരാളം പേരുണ്ട്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിശുദ്ധരേക്കാൾ ഉപരി ഒരു വണക്കത്തിന് അർഹയാണ് പരിശുദ്ധ അമ്മ. ദൈവം പറയുന്ന ഒരു കുഞ്ഞു കാര്യം വരെ അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിച്ച മനുഷ്യരിൽ ഒരാളാണ് പരിശുദ്ധ അമ്മ. അപ്പം അതുകൊണ്ട് തന്നെ അത്രയും പെർഫെക്റ്റായിട്ട് ജീവിച്ച ഒരാളോട് നമ്മുടെ മാധ്യസ്ഥം യാചിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ അത് വേറെയാണ്. അതായത് ഞാനിപ്പോൾ എന്നോട് പറഞ്ഞ കത്തോലിക്ക തിരുസഭയിൽ നിന്ന് പുറത്തു പോയവരോട് ചോദിച്ചു, നിങ്ങൾക്ക് പാസ്റ്റർമാരിലോട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറയാറില്ലേ? അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്, അതിനെന്താ? അപ്പോൾ ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെയാണ് ഞങ്ങൾ വിശുദ്ധന്മാരോട് ഞങ്ങൾ പ്രാർത്ഥന സഹായം ചോദിക്കുന്നത്. ഞങ്ങൾക്ക് ദൈവത്തിനോട് പറയാനായിട്ട് അത്രയും യോഗ്യത ഇല്ലാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ കുറവുകളുള്ളതിൻ്റെ പേരിൽ ഞങ്ങൾ അവരുടെ മാധ്യസ്ഥം കൂടി യാചിക്കുന്നു. അതായത് ഇപ്പോൾ പ്രധാനമന്ത്രിയോട് നമുക്ക് നേരിട്ട് പറയാൻ പറ്റില്ല. പ്രധാനമന്ത്രി മുഖ്യമന്ത്രിനോടും നമുക്ക് പറയാൻ നേരെയൊന്നും ഇന്ന കാര്യം സാധിച്ചിട്ടുണ്ടോയെന്ന് പറയാനായിട്ടുള്ള ഇതില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയൊക്കെ നമ്മളൊരു ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടിനോട് പറഞ്ഞാൽ മതി, ഇവിടെ ഇന്ന കാര്യം എന്തെങ്കിലും പരിഗണിക്കാനാണെങ്കിലും പറഞ്ഞേക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം അവതരിപ്പിച്ചെങ്കിലും കിട്ടും. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമന്ത്രി മുഖ്യമന്ത്രിക്ക് പ്രിയപ്പെട്ടൊരു ആളാണ് ആ എങ്കിൽ നമ്മൾ ആ കാര്യം സാധിച്ചു തരുകയും ചെയ്യും. അപ്പം അതുപോലെ തന്നെയാണ് വിശുദ്ധരുടെ കാര്യങ്ങൾ. വിശുദ്ധർ ആ ദൈവം പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ ദൈവത്തിന് ഇഷ്ടപ്പെടുക കൂടുതലായിട്ട് ചെയ്തേക്കുന്നവരാണ് അവർ. അപ്പോൾ അവർ വഴി നമ്മൾ ഈ പാസ്റ്ററിനോട് പറയുന്നത് പോലെ തന്നെ നമ്മൾ അവരോട് പറയാം. അവർ ജീവിച്ചിരിപ്പെടുന്ന തെളിവാണ്. 24-ലധികം വിശുദ്ധരുടെ ശരീരം ഇന്നും വഴികിട്ടില്ല. അങ്ങനെ ഇഷ്ടംപോലെ തെളിവുകൾ അവരോട് പ്രാർത്ഥിക്കുന്നവർക്ക് ഓരോ കൃപകളും ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവർ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ വിശുദ്ധരെന്ന് പേര് കേട്ടവരുണ്ട്. മരിച്ചവർ ഇഷ്ടംപോലെ ഉയർപ്പിച്ച വിശുദ്ധരുണ്ട്. അതേപോലെ തന്നെ അവരോട് നമ്മൾ മാധ്യസ്ഥം ചോദിക്കുന്നതാണ്. അപ്പോൾ അതിനേക്കാളും ആ വിശുദ്ധരേക്കാളും ഉപരി പൂർണ്ണതയിൽ നിർവഹിച്ച ആളാണ് പരിശുദ്ധ മറിയം. അപ്പോൾ ആ മാതാവിനോട് നമ്മൾ മാധ്യസ്ഥം ചോദിക്കുന്നത്. ചിലവർ പക്ഷേ ആ മാതാവിൻ്റെ ആ ഒരു ഭക്തി കൂടിപ്പോയിട്ട് യേശുവിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ ദൈവത്തിനേക്കാളും കൂടുതലായിട്ട് മാതാവിൻ്റെ ആരാധനയിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ അതും തെറ്റാണ്. കാരണം നമ്മൾ ഏത് കാര്യമാണെങ്കിലും അതിൻ്റെതായ ശരിയായിട്ടുള്ള അളവിൽ മനസ്സിലാക്കേണ്ടതുണ്ട്.